സന്തോഷമേനെ സജ്ജരായിരിക്കുന്ന വിധികർത്താക്കളെ, എൻ്റെ പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നബിദിനമായി ആഘോഷിക്കുകയാണല്ലോ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് മുത്തുനബിയുടെ വിനയം. നിങ്ങളെല്ലാവരും ഈ സുന്ദര നിമിഷത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് മുത്തുനബിയുടെ വിനയം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാതുകൂർപ്പിച്ച് കേൾക്കണേ. പണ്ട് അറബിൽ നമ്മുടെ മുത്തുനബി ജനിച്ചു വളർന്ന മക്കാദേശ് ഒരു കൊച്ചുകുടിൽ ഒരു പാവമ്മ താമസിച്ചിരുന്നു. കണ്ണുകൾക്കു എന്നെ കണ്ണുകൾ തൂങ്ങി മെലിഞ്ഞൊരു പാവമ്മയായിരുന്നു. ഉമ്മമ്മക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ പുന്നാനബി ഒരു വയലൂടെ നടന്നു പോകുന്നു. അപ്പോൾ അതാ ഉമ്മമ്മ വിശന്ന് തളർന്നിരിക്കുന്നു. ഇത് കേട്ട എനിക്ക് വളരെ സങ്കടമായി. എന്ത് ചെയ്തെന്നോ വേഗം പോയി ഉമ്മമ്മയുടെ കാരണം ഞാൻ അന്വേഷിച്ചു. ഉമ്മമ്മ കാരണങ്ങളെല്ലാം അന്വേഷിച്ചു. മുത്തുനബിയുടെ സർക്കാർപ്പെട്ട സിൽത്തിൽ വെച്ച് കുറെ നടന്ന് ഉമ്മമ്മയുടെ വീട്ടിലെത്തി. ചുമരിലേക്ക് തിരിയുമ്പോൾ ഉമ്മമ്മ പറഞ്ഞു, മോനെ, നീ ചെയ്ത ഉപകാരത്തിനൊന്നും എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാനൊരു ഉപദേശം നൽകാം. നമ്മുടെ നാട്ടിൽ മുഹമ്മദ് പേരുള്ള പുതിയ മതത്തിലായി വന്നിട്ടുണ്ട്. നീ അതിൽ കുടുങ്ങരുത്. ഇത് കേട്ട മുത്തുനബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മമ്മ, നിങ്ങൾ പറഞ്ഞ മുഹമ്മദ് ഞാനാണ്. ഇത് കേട്ട് ഉമ്മമ്മ സ്തംഭിച്ചു നിന്നു. ഉമ്മമ്മ പറഞ്ഞു, മോനെ, നീ എന്നോട് ക്ഷമിക്കണം. എന്നാരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അങ്ങനെ ഞാനും നിന്റെ മതത്തിൽ ചേർന്ന് മോനെ. അങ്ങനെ ഉമ്മമ്മ ചൊല്ലുകൊണ്ട് ഇസ്ലാമാണ് സ്വീകരിച്ച്. കണ്ടില്ലേ നമ്മുടെ മുത്തുനബിയുടെ വിനയം എന്തൊരു മിണമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ കൊച്ചു നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.